عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إني خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. صدق الله مولانا العلي، صدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاكرين الشاكرين، والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: كل مولود يولد على فطرة الإسلام، فأبواه يمجسانه أو ينصرانه أو يهودانه. قال رسول الله صلى الله عليه وسلم: يا سيد السادات جئتك قاصدا، أرجو حماك فلا تخيب مقصدي. يا رب بالمصطفى بين مقاصدنا، واغفر لنا ما مضى يا واسع الكرم، يا واسع الكرم. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ മഹത്തായ മതപ്രഭാഷണം, വഅദ്, നസീഹത്ത് പരിപാടി ശ്രവിക്കുന്ന മുഴുവൻ നല്ലവരായ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫമറ. എല്ലാ സ്തുതികളും സ്തോത്രങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. ബഹുമാനമുള്ളവരെ, ഉദയങ്ങാടി ചീനാടത്ത് ജുമഅത്ത് പള്ളിയിൽ അംഗവിശ്രമം കൊള്ളുന്ന ഈ മഹാന്റെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന ഉറൂസ് പരിപാടിയുടെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണത്തിന്റെ ഒരു വേദിയാണ് ഇന്ന്. കഴിഞ്ഞ രാത്രികളിലൊക്കെ വലിയ പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സുദീർഘങ്ങളായ സവിസ്തരങ്ങളായ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുവിന്റെ തീരുമാനം പ്രകാരം
മഹത്തായ വേദിയിൽ വരാൻ എളിയവനായി ഒരുക്കും. കേൾക്കാൻ ശ്രോതാക്കളായ നിങ്ങൾക്കും അല്ലാഹു അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായി ഒരാമുഖം എന്നുള്ള നിലക്ക് ഒന്ന് രണ്ട് സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നാം ഇവിടെ നടത്തപ്പെടുന്ന ഈ പരിപാടി ഒരു ഉറൂസിന്റെ ഒരു നേർച്ചയുടെ ആണ്ടു നേർച്ചയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും മുസ്ലിങ്ങളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും ഇസ്ലാം മതവും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാലഘട്ടമാണ്. ഇതിന് യഥാർത്ഥ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കുന്ന ബോധവൽക്കരണം സ്വസമുദായത്തിലും സമൂഹത്തിലും ഇസ്ലാമിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ മുസ്ലിങ്ങളായ നമുക്ക് സാധിച്ചാൽ ഇന്ന് മുസ്ലിങ്ങളുടെ പേരിലും ഇസ്ലാമിന്റെ പേരിലും മറ്റ് വിഭാഗങ്ങളിൽ നിന്ന്, സമൂഹത്തിലെ ചില വിഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭീഷണിയെ, ഈ തെറ്റിദ്ധാരണയെ ഇല്ലായ്മ ചെയ്യാനും വളരെ സമാധാനപരമായിരിക്കുന്ന ഒരു യുഗം, ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് ഉത്തമ കുടുംബം, ഉന്നതമായ സമൂഹം എന്നുള്ള ഒരു വലിയ വിഷയമാണ്. ഉത്തമ കുടുംബം അതുവഴി ഉന്നതമായിരിക്കുന്ന സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക. കുടുംബം നന്നാവണമെങ്കിൽ, കുടുംബം എന്ന് പറഞ്ഞാൽ മിനിമം 2 പേരെങ്കിലും ഇല്ലാതെ ഒരു ഫാമിലിയാവില്ല, ഒരു കുടുംബമാവില്ല. അപ്പൊ ഏറ്റവും ചെറിയത് 2 അംഗ സമിതിയാകുന്ന കുടുംബം, ആ കുടുംബത്തെ സംസ്കരിച്ചെടുക്കാൻ കുടുംബജീവിതം എങ്ങനെയാവണം എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ലോകത്ത് സംഭാവന ചെയ്ത മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യന്റെ ജനനം മുതൽ അല്ല, ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പോകുന്നതിന്റെ ആമുഖം മുതൽ അവന്റെ ഭൂലോകത്തുനിന്ന് വിട ചോദിക്കുന്നത് മുതൽ അനന്തമായി കിടക്കുന്ന അവന്റെ പാരത്രിക ജീവിതം വരെ വളരെ വിശാലമായിരിക്കുന്ന ഒരു ചട്ടക്കൂട്, ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന പദ്ധതി ലോകത്ത് ഇസ്ലാം മതം സമർപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് ഒരു ജനനമുണ്ടാകുന്നത്? 2 ലിംഗങ്ങളിൽപ്പെട്ട, 2 വിഭാഗത്തിൽപ്പെട്ട എതിർലിംഗങ്ങൾ സംഗമിക്കുമ്പോഴാണ് ഒരു ജനനമുണ്ടാകുന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും സംഗമിക്കുന്നിടത്താണ് ഉൽപാദനം, ജനനമുണ്ടാകുന്നത്.